ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. മുത്തശ്ശി മലറിന് കളിക്കുന്നിടത്തുനിന്ന് വിളിച്ചിട്ട് ചോക്ലേറ്റൊക്കെ കൊടുത്തിട്ട് ചോദിക്കുകയാണ്, മാല നെക്ലേസ് കണ്ടിന്യൂ മോള് എവിടെയാണ് വെച്ചത് എങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയാണ്, ചെറിയമ്മേ വേണ്ട ചെറിയമ്മേ, അവൾ ചെറിയ കുട്ടിയല്ലേ, എന്തിനാ ചെറിയമ്മേ ഇവളോട് ഇതൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ചെറിയമ്മ പറയാണ്, ചന്ദ്രികയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാലേ അവൾ സത്യം പറയുകയുള്ളൂ. അത് കേട്ടപ്പോൾ മലര് കയ്യിൽ ഉണ്ടായിരുന്ന ചോക്ലേറ്റ് മുത്തശ്ശിയുടെ മടിയിൽ ഇട്ട് കൊടുത്തിട്ട് പറയാണ്, എനിക്ക് ഈ ചോക്ലേറ്റ് വേണ്ട, ഏയ് ഡി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അവളത് കേട്ട ഭാഗം കേൾക്കാതെ ഓടുകയാണ്. എന്നിട്ട് പറയാണ് മുത്തശ്ശി, അതായത് ജാനകിയോട് പറയാണ്, കണ്ടില്ലേ ഇത്രയേ ഉള്ളുവാണെങ്കിലും അവളുടെ അമ്മയെ പറഞ്ഞപ്പോൾ അവൾക്ക് കൊണ്ടു, അവൾ ആ മുട്ടായി ചോക്ലേറ്റ് ഇവിടെ ഇട്ടിട്ട് പോയി, ഭയങ്കര അഹങ്കാരിയാ. മലര് നേരെ ചന്ദ്രികയുടെ അടുത്തേക്കാണ് പോകുന്നത് വീട്ടിൽ. അപ്പോൾ ചന്ദ്രികയോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മേ, മാലതി മുത്തശ്ശി അമ്മ കള്ളിയാണെന്ന് പറയുന്നു. അമ്മ ലക്ഷ്മി ആൻറ്റിയുടെ വീട്ടിൽ നിന്നും മാല മോഷ്ടിച്ചെന്ന്. ആ ഒളിച്ചു വെച്ച നെക്ലേസ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എന്നോട് ചോദിക്കുന്നു അമ്മേ. എന്താ, നിന്നോട് ചോദിച്ചെന്നോ? അതെ അമ്മേ. ശരി, ഇനി നീ അങ്ങോട്ട് പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. അമ്മ പോയി എന്താണെന്ന് ചോദിച്ചിട്ട് വരാം. അമ്മേ, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് പറഞ്ഞ അമ്മേ. ശരി, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, അമ്മ ഒന്നും എടുത്തിട്ടില്ലടാ. അമ്മയെ ഒരു പോലീസും പിടിക്കാനും പോകുന്നില്ല. മോളിവിടെ ഇരിക്ക്, ഞാൻ അങ്ങോട്ട് പോയി എന്താണെന്ന് ചോദിച്ചിട്ട് വരാം. ചന്ദ്രിക മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, മേഡം, ഞാൻ നെക്ലേസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എൻ്റെ മോളോട് ചോദിച്ചിരിക്കുന്നു. ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അവളൊരു ചെറിയ കുട്ടിയല്ലേ, അവളോട് അമ്മ കള്ളിയാണെന്ന് പറഞ്ഞാൽ അവളുടെ കൊച്ചു മനസ്സ് എത്രമാത്രം വേദനിക്കും. എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്ന് വരെ നിങ്ങൾ അവളോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് ജാനകി ഒന്ന് മുഖം തിരിക്കുകയാണ്. അതായത് രണ്ടുപേരും ആരതിയും മുത്തശ്ശിയും ഒക്കെ മുഖം തിരിക്കുകയാണ് അവളുടെ സംസാരം കേട്ടിട്ട്. കുഞ്ഞുങ്ങളോട് എങ്ങനെ സംസാരിക്കണം എന്ന് പോലും നിങ്ങൾക്കറിയില്ല അല്ലേ? മുത്തശ്ശി, ഏയ് ആരോട് എന്താ നീ സംസാരിക്കുന്നത്? നിനക്ക് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നീ എടുത്ത ആ നെക്ലേസ് ഇവിടെ കൊണ്ടു തന്നിട്ട് വേഗം സ്ഥലം കാലിയാക്ക്. ദേ നോക്കണം, എനിക്ക് നിങ്ങൾ ഒരു തവണ ചോദിച്ചാലും 1,00,000 തവണ ചോദിച്ചാലും ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഞാൻ ആ നെക്ലേസ് കണ്ടിട്ട് പോലും ഇല്ല. നിങ്ങൾക്ക് ചോദ്യം ചെയ്യണമെങ്കിൽ എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണോ അതും ചെയ്തോളൂ. അതല്ലാതെ എൻ്റെ കുഞ്ഞിനോട് ദയവ് ചെയ്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കരുത്. മുത്തശ്ശി അപ്പം ഇനി കുറച്ച് സമയത്തിനകം പോലീസ് ഇവിടെ വരും. അവർ വന്ന് നിന്നോട് ചോദിക്കേണ്ട വിധത്തിൽ ചോദിക്കും. അപ്പം അറിയാം ആരാ നെക്ലേസ് മോഷ്ടിച്ചതെന്ന്. അങ്ങനെ ഒരുപക്ഷെ ഞാൻ നെക്ലേസ് എടുത്തിട്ടില്ല എന്ന് തെളിയിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിന്നെ? അത് പറഞ്ഞേ. ഞാൻ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം, ഞാൻ ആ നെക്ലേസ് എടുത്തിട്ടില്ല. പിന്നെ മുത്തശ്ശി പറയാണ്, ആരാ അത് എടുത്തിരിക്കുന്നതെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ പോലീസ് വന്ന് കണ്ടുപിടിക്കും. ഇപ്പം നീ പോയിക്കോ. ചന്ദ്രിക പോയി കഴിഞ്ഞപ്പോൾ ആരതി അവിടെ നിന്ന് ഉരുകുകയാണ്. ആരതി ചിന്തിക്കുകയാണ് മനസ്സിൽ, അയ്യോ പോലീസൊക്കെ വരുന്നുണ്ടോ? ഞാനാണ് എടുത്തതെന്ന് കണ്ടുപിടിച്ചാൽ എന്താ ചെയ്യുക? ശേ, അങ്ങനെ കണ്ടുപിടിക്കാൻ യാതൊരു സാധ്യതയില്ല. പിന്നെ അവിടെ ഇരിക്കുകയാണ് മഹേന്ദ്രൻ സാറും ലക്ഷ്മി മേഡവും പിന്നെ ചന്ദ്രികയും മുത്തശ്ശിയും ഒക്കെ അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ജാനകി ചോദിക്കുകയാണ്, എന്താ അച്ഛാ തീരുമാനിച്ചിരിക്കുന്നത്? അച്ഛൻ എല്ലാവർക്കും കൊടുത്ത സമയം കഴിഞ്ഞു. ആരും ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൻ്റെ പുറകുവശത്ത് ഡയമണ്ട് നെക്ലേസ് കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. അപ്പോൾ അവരാരും എടുത്തിട്ടില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഞാൻ സംശയിച്ചതുപോലെ ഈ ചന്ദ്രിക തന്നെയായിരിക്കണം ഡയമണ്ട് നെക്ലേസ് എടുത്തിട്ടുണ്ടാവുക. വീണ്ടും ലക്ഷ്മി മേഡം പറയാണ്, ഇല്ല ജാനകി, ചന്ദ്രിക എടുക്കാൻ ഒരു സാധ്യതയില്ല. ശരി ചേച്ചി, ഇവിടെ എടുത്തിട്ടുണ്ടാവില്ല എന്നല്ലേ പറയുന്നത്? പോലീസ് വന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, അപ്പം ഞാനും സമ്മതിക്കാം. അപ്പോൾ ആരതി അവിടെ നിന്നിട്ട് അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ജാനകി മേഡം പറയാണ്, എനിക്കെന്താ ഇവളുടെ മേൽ കുറ്റം ചാർത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ടോ? ഇവളെ എടുത്തിട്ടില്ലെന്ന് പോലീസ് വന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ശശി അപ്പോൾ ജാനകി പറയാണ്, മേഘ നീ പോലീസിന് ഫോൺ ചെയ്. എന്താ മേഘ ആലോചിക്കുന്നത്? നീ പോലീസിന് ഫോൺ ചെയ്ത് വരാൻ പറയും. മുത്തശ്ശിയും പറയാണ്, മേഘ ഫോൺ ചെയ്യ്, എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നേ? ഫോൺ ചെയ്യ്. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയാണ്, ജാനകി എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നേ? ചേട്ടാ, ഞാൻ ധൃതി പിടിക്കുകയൊന്നുമല്ല. ആരതി, നീ പോലീസിന് ഫോൺ ചെയ്. അമ്മേ, പോലീസ് എന്ന് പറയുമ്പോൾ നീ എന്തിനാണ് പഠിക്കുന്നത്? പോലീസിന് ഫോൺ ചെയ്തിട്ട് ഉടനെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയും.
ഓ, അവസാനം അമ്മ എന്നോട് തന്നെ പോലീസിനെ വിളിക്കാൻ പറയുന്നല്ലോ. എന്താ ആരതി നീ ആലോചിക്കുന്നത്? ഫോൺ ചെയ്ത് നമ്മുടെ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറോട് വരാൻ വേണ്ടി പറയും. ശരി എന്ന് പറഞ്ഞവൾ ഫോൺ ചെയ്യാണ്. പോലീസിന് ഫോൺ ചെയ്തിട്ട് ആരതി പറയാണ്, സാർ ആരാന്ന്? മഹീന്ദ്രൻ്റെ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. പറയൂ. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു ഡയമണ്ട് നെക്ലേസ് കാണാതായി. അക്കാര്യവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് തരണം. വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ? മഹീന്ദ്രൻ സാറിൻ്റെ വീട്ടിലേക്കല്ലേ? ഞാൻ നേരിട്ട് വരാം. വരാമെന്ന് പറഞ്ഞു അമ്മേ. മുത്തശ്ശി ചോദിക്കാം മേഘയോട്, മേഘ നിനക്കെന്താ പോലീസിനെ വിളിക്കാമായിരുന്നില്ലേ? അല്ല മുത്തശ്ശി, ചന്ദ്രിക ആ ഡയമണ്ട് നെക്ലേസ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഫോൺ ചെയ്യാതിരുന്നത്. അപ്പോഴേക്കും അവിടെ സിദ്ധു എത്തി. സിദ്ധു, ഇപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ പോലീസ് വരും. അവർ വന്ന് ചന്ദ്രികയെ ചോദ്യം ചെയ്താൽ നെക്ലേസ് ആരാ എടുത്തതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അമ്മേ, ഇനി ഇങ്ങോട്ട് പോലീസും വേണ്ട, ചന്ദ്രികയെ ചോദ്യം ചെയ്യും വേണ്ട. സിദ്ധുവിൻ്റെ സംസാരം കേട്ട് എല്ലാവരും മാറി മാറി നോക്കുകയാണ്. പരസ്പരം എല്ലാവരും മാറി മാറി നോക്കുകയാണ്. അമ്മയുടെ ഡയമണ്ട് നെക്ലേസ് മോഷ്ടിച്ചത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആരാടാ എൻ്റെ നെക്ലേസ് മോഷ്ടിച്ചത്? സിദ്ധു ആരതിയെ നോക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ ഒരാൾ തന്നെയാണ് അമ്മയുടെ നെക്ലേസ് മോഷ്ടിച്ചത്. സിദ്ധുവിന് ആളെ മനസ്സിലായി എന്ന് കരുതി ആരതി മേഡം പരിങ്ങുകയാണ്. അത് കേട്ട് ലക്ഷ്മിയോ ചന്ദ്രികയോ മഹീന്ദ്രൻ സാറും ഒക്കെ ഒന്ന് നോക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ആരായിരിക്കുമെന്ന് കരുതിയിട്ട്. അയാൾ തന്നെ മോഷണക്കുറ്റം ഏറ്റെടുത്താൽ അയാൾക്ക് നല്ലത്, അല്ലെങ്കിൽ വെറുതെ നാണം കളയേണ്ടി വരും. അയ്യോ, ഞാനാണ് മോഷ്ടിച്ചതെന്ന് സിദ്ധു കണ്ടുപിടിച്ചോ? ഇല്ല, ഇവനെങ്ങനെ മോഷ്ടിച്ചതറിയാം? എടാ, ഇവിടെയുള്ളവരൊക്കെ നമ്മുടെ കുടുംബത്തിലെ ആളുകളാ സിദ്ധു. ചന്ദ്രിക മാത്രമാണ് പുറത്തുനിന്ന് വന്നത്. നീ നമ്മളെ കുടുംബത്തിലുള്ളവരെയാണോ സംശയിക്കുന്നത്? നമ്മുടെ കുടുംബത്തിലുള്ളവരാണ് എടുത്തതെങ്കിൽ അവരുടെ മേൽ തന്നെ കുറ്റം ആരോപിക്കേണ്ടി വരും. എന്ന് വെച്ച് മറ്റുള്ളവരുടെ മേൽ കുറ്റം ചാർത്താൻ പറ്റുമോ? നീ ആരെയാ പറയുന്നത് സിദ്ധു? നീ എന്തിനാ ആരതിയെ നോക്കുന്നത്? ആരതിക്ക് തന്നെ നന്നായിട്ട് അറിയാലോ ആ ഡയമണ്ട് നെക്ലേസ് മോഷ്ടിച്ചത് ആരാണെന്ന്. വീണ്ടും ജാനകി പറയാണ്, എടാ ചന്ദ്രിക തന്നെയാ മോഷ്ടിച്ചതെന്നാ ആരതിയും പറയുന്നത്. സിദ്ധു അവളുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, എന്താ ആരതി, ശരിക്കും ഡയമണ്ട് നെക്ലേസ് മോഷ്ടിച്ചത് ചന്ദ്രിക തന്നെയാണോ? അതെ സിദ്ധു, ചന്ദ്രിക തന്നെയായിരിക്കും. സത്യമാണോ? ചന്ദ്രിക തന്നെയാണോ മോഷ്ടിച്ചത്? അവളായിരിക്കും മോഷ്ടിച്ചത്. നിനക്കെന്താ ഇത്ര സംശയം? ഇവിടെ ദേ എൻ്റെ കണ്ണി നോക്കി പറയ്. അതെ, അവൾ തന്നെയാണ് മോഷ്ടിച്ചത്. അപ്പോൾ സിദ്ധു അങ്ങനെയാണോ? ശരി, എന്നാൽ ആരാ മോഷ്ടിച്ചതെന്ന് ഞാൻ പറയട്ടെ. സിദ്ധു പിന്നെ കൈയടിക്കുകയാണ്. കൈയടിച്ച സമയത്താണ് അവിടെ ദിലീപ് വന്നത്. അത് കണ്ട് ആരതി ഞെട്ടുകയാണ്. അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് അവൻ വരുന്നത് കണ്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ്. മുത്തശ്ശി മേഘയും മേഘ മുത്തശ്ശിയെയും നോക്കുകയാണ് ഒരു വല്ലാത്ത രീതിയിൽ. കാര്യം എന്ന് പറഞ്ഞാൽ അവനെ ആരും പ്രതീക്ഷിച്ചതല്ലല്ലോ. ആരതി, ഇതാരാണെന്ന് എനിക്ക് മനസ്സിലായോ? എൻ്റെ പേര് ദിലീപ് എന്നാണ്. ഇവന് ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ടെന്ന് അവളുടെ വീട്ടിൽ വരാൻ വേണ്ടി പറഞ്ഞു. അവളുടെ മോശമായ വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 10 ലക്ഷം രൂപ വാങ്ങി. ആ പെണ്ണ് വേറെ ആരുമല്ല, ദേ നിൽക്കുന്ന കണ്ടില്ലേ, ഇവള് തന്നെ. അത് കേട്ട് മുത്തശ്ശൻ ഞെട്ടുകയാണ്. അതിൻ്റെ പിറകെ തന്നെ മഹീന്ദ്രൻ സാറും ലക്ഷ്മിയും ഒക്കെ ഞെട്ടുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തതാണല്ലോ. മുത്തശ്ശിയും ഒരുമാതിരിയായി അത് കേട്ടിട്ട്. അതേപോലെ തന്നെ നമ്മളെ മേഘയും ഒക്കെ. അപ്പോൾ ജാനകി മേഡം പറയാണ്, എന്താടാ നീ പറയുന്നത്? നീ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കേ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആരതി അത് ചെയ്തല്ലോ. ഇവൻ 10 ലക്ഷം രൂപ ചോദിച്ചതുകൊണ്ട് ആരതി അമ്മയുടെ ഡയമണ്ട് നെക്ലേസ് മോഷ്ടിച്ച് ഇവന് കൊണ്ടു കൊടുത്ത്. ും പോരാഞ്ഞ് ആ കുറ്റം ചന്ദ്രികയുടെ മേൽ ആരോപിച്ച് ചന്ദ്രികയെ ബലിയാടാക്കി മാറ്റി. മേഘ അത് കേട്ട് ഛേ എന്ന് പറയാ. അച്ഛൻ അടുത്ത് വന്ന് പറയാണ്, മോളെ ആരതി, നീയാണോ ഇത് ചെയ്തേ? നിനക്ക് എങ്ങനെ തോന്നി മോളെ ഇത് ചെയ്യാൻ? ഞങ്ങൾ നിന്നെ എത്രമാത്രം വിശ്വസിച്ചിരുന്നു. നീ ഇങ്ങനെ ചെയ്തല്ലോ മോളെ. അതിങ്ങെടുക്ക്. ഇതാ സാർ, അമ്മയുടെ മകൾ മോഷ്ടിച്ച ഡയമണ്ട് നെക്ലേസ് നിറയെ കാണും. ജാനകി മേഡം ആ നെക്ലേസ് വാങ്ങിച്ചതിന് ശേഷം അതായത് ആരതിയെ പിടിച്ച് താഴ്ത്തി തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. എല്ലാവരും ആര് പറഞ്ഞിട്ടും കേൾക്കാതെ വീണ്ടും വീണ്ടും അടിക്കുകയാണ്. ജാനകി നിർത്ത് മതി എന്ന് പറയാണ് എല്ലാവരും. എന്നിട്ട് അമ്മ പറയാണ്, നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിനേക്കാൾ നല്ലത് നിനക്ക് പോയി ചത്തൂടായിരുന്നോ? നിനക്കുള്ള വായ്ക്കരിയിട്ടിട്ട് ഞാൻ സമാധാനമായിട്ടിരുന്നേനെ. ഇത്രയും പേരുടെ മുന്നിൽ നീ എൻ്റെ മാനം കളഞ്ഞല്ലോടി. സ്വന്തം അമ്മയുടെ ആഭരണം മോഷ്ടിക്കുന്ന വിധത്തിൽ നീ തരം താഴ്ന്നു കഴിഞ്ഞോ? ഇതിനാണോ ഇത്രയും പണം മുടക്കി നിന്നെ പഠിക്കാൻ അയച്ചത്? നടന്ന സത്യങ്ങൾ ഒന്നും വിട്ടുപോവാതെ എല്ലാവരുടെയും മുമ്പിൽ പറയണം. എല്ലാവരും എന്നോട് ക്ഷമിക്കണം.
ഇനി അവൻ ഫസ്റ്റ് മുതലേ ഉണ്ടായതൊക്കെ പറയാണ്. അവൻ ജ്യൂസ് കൊടുത്തതും അവൾ കുളിക്കാൻ കയറിയതും മറ്റും ഒക്കെ വിശദീകരിച്ച് അവരുടെ മുമ്പിൽ പറയാണ്. കേട്ട മേഘ അയ്യോ അയ്യോ. ചന്ദ്രിക അവിടെ പോയതും അവനെ അടിച്ച് അവളെ രക്ഷിച്ചതും ഒക്കെ പറയാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയാണ് കൈകൂപ്പിയിട്ട്, ഞാൻ അറിയാതെ ചെയ്തു പോയതാ, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. സിദ്ധു പറയാണ്, ഡാ പോടാ. അവൾക്കറിയാണ്. അപ്പോൾ സിദ്ധു പറയുന്നത്, ഏയ് എനിക്ക് അറിഞ്ഞിട്ടെന്താ, കരഞ്ഞത് കൊണ്ട് ഒരു പ്രയോജനമില്ല. നീ ചെയ്ത തെറ്റിന് ചന്ദ്രികയുടെ മേലാണ് കുറ്റം ചുമത്തിയത്. നീ കാരണം ചന്ദ്രിക 2 ദിവസമായിട്ട് മനസ്സ് തകർന്നായിരിക്കുന്നത്. മര്യാദയ്ക്ക് അവളുടെ അടുത്ത് നിന്ന് സോറി പറയും. സോറി പറയാൻ ചെല്ലടി അങ്ങോട്ട്. സോറി ചന്ദ്രികയെ, എന്നോട് ക്ഷമിക്ക്. ഭാരതി, നീ എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. എന്തോ ഒരു ഭയം കൊണ്ട് അമ്മയുടെ ആഭരണം എടുത്തു. പോട്ടെ, ഇനി അങ്ങനെയൊന്നും ചെയ്യരുത്. ഇനിയെങ്കിലും നീ ശ്രദ്ധയോടെ ഇരിക്കണം. ജാനകി പറയാണ്, ചന്ദ്രികയെ, മാല കാണാത്ത ടെൻഷനിൽ ഞാൻ നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു. നീ ഒന്നും മനസ്സിൽ വെക്കരുത്. പിന്നെ മഹേന്ദ്രൻ സാർ പറയാണ്, ആരതി, പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാതെ എപ്പോഴും ഫോണ് കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതുപോലുള്ളവരാ ഇങ്ങനെയുള്ള ഡ്രാമയിൽ പെടുന്നത്. ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടക്കാൻ നോക്ക്, മനസ്സിലായോ? പിന്നെ ലക്ഷ്മി വന്നിട്ട് ചന്ദ്രയുടെ അടുത്ത് പറയാണ്, ചന്ദ്രികയെ, ജാനകി നിന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. അതിനുവേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു ചന്ദ്രികയെ. അയ്യോ, എന്തിനാ അമ്മേ എന്നോട് ക്ഷമയൊക്കെ ചോദിക്കുന്നേ? ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ കയ്യിൽ പണമൊന്നും കാണില്ല അമ്മേ, പക്ഷേ വിശ്വാസം ഉണ്ടാവും. ജീവൻ പോയാലും ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ഞങ്ങൾ ചെയ്യില്ല. എനിക്കറിയാം ചന്ദ്രികയെ നീ എടുത്തിട്ടില്ല എന്ന്. പക്ഷേ ജാനകിയാണ് ഞങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കാതിരുന്നത്. ഇന്ന് അവൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. മുത്തശ്ശൻ വിളിച്ചിട്ട് പറയാണ്, ചന്ദ്രികയെ, നടന്നതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട മോളെ. വിഷമിക്കേണ്ടത് ജാനകിയും ആരതിയുമാണ്. എല്ലാം കേട്ട് അവളൊന്ന് സിദ്ധുവിനെ വിഷമത്തോടെ നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.